പാട്ടിനൊപ്പം ചുവട് വെക്കുന്നതിനിടെ ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ നിന്ന് പുക ഉയർന്നു കേട്ടോ. നമ്മളിപ്പോൾ നിരന്തരം വാർത്ത കേൾക്കുകയാണല്ലേ, ഈ തീ പിടിക്കുന്നതും പുക ഉയരുന്നതും ഡ്രൈവർ പെട്ടെന്ന് ഇടപെട്ട് ബസ് നിർത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണല്ലേ. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ബസ്സാണ്. ഈ അവിടെ ഉള്ളവർ ഒരു വിനോദസഞ്ചാര യാത്ര ഇങ്ങാണ്ട് പോകുമ്പോൾ ഇങ്ങനെ ചുവട് വയ്ക്കുന്നതിനിടയിൽ ബസ്സിൽ നിന്ന് പുക ഉയരുന്നതായിരുന്നു. സ്വാഭാവികമായും യാത്രക്കാർക്ക് ആശങ്കയുണ്ടായി, വലിയ രീതിയിൽ നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇവർ ചാടാനൊക്കെ ഒരുങ്ങി കേട്ടോ. പക്ഷെ അപ്പോഴാണ് ഡ്രൈവർ എന്താണ് കാര്യമെന്ന യാഥാർത്ഥ്യം പറയുന്നത്. അതോടൊപ്പം യാത്രക്കാർ ആശ്വാസപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെന്താണ് സംഭവം എന്ന് കൂടുതലായി പറയാൻ അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരും. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അഞ്ജന നോക്കൂ, നമുക്ക് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നതൊക്കെ കാണാം. ആശങ്കയുടെ ഒരു സാഹചര്യമായിരുന്നോ അതോ രസകരമായ എന്തെങ്കിലും ഒരു സംഭവമായി ഇത് മാറുകയായിരുന്നോ? എന്താണ് അവിടെ ഉണ്ടായത്? അത്രത്തോളം രസകരമായൊരു വാർത്തയാണത്. ഈ ടൂറിസ്റ്റ് ബസ്സിലെ പുക ഉയരുന്നത് കണ്ട്, അതായത് ഫോഗ് മെഷീനിൽ നിന്നും വന്ന പുക ഉയരുന്നത് കണ്ട് അത് വാഹനത്തിന് തീ പിടിച്ചതാണെന്ന് കരുതി പേടിച്ച് കുറേ ആൾക്കാർ അതിൻ്റെ വിൻഡോ സൈഡിൽ നിന്നൊക്കെ വിൻഡോയിലൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും ഒരുപാട് ചിരിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഇതുണ്ടാകുന്നത് ഇന്നലെ രാത്രിയിലാണ്. രാത്രി ഏതാണ്ട് ഒരു 8:30 മണിയോടെ കർണാടകയിൽ നിന്നും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര തിരിച്ചതായിരുന്നു കേരളത്തിലേക്ക് ഒരു സംഘം ആളുകൾ. കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നുമാണ് ഈ യാത്രാ സംഘം യാത്ര തിരിച്ചത്. അവർ കേരളത്തിലേക്ക് ഒരു വിവാഹ ആവശ്യത്തിനായി എത്തിയത്. അതായത് ഒരു വിവാഹം കൂടാൻ വേണ്ടി, ബന്ധുവിന്റെ പ്രിയപ്പെട്ട ഒരാളുടെ വിവാഹത്തിനായി 45 പേരടങ്ങുന്ന സംഘം ടൂറിസ്റ്റ് ബസ് വിളിച്ച് കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചതായിരുന്നു. ഏതാണ്ട് ഒരു 8:30 മണിയോടെ ഈ ഒരു വാഹനം കർണാടക രജിസ്ട്രേഷനിലുള്ള ടൂറിസ്റ്റ് ബസ് ആയിരുന്നു. അത് താമരശ്ശേരിക്ക് അടുത്തെത്തി. താമരശ്ശേരി ചുങ്കം ജംഗ്ഷൻ അടുത്തെത്തിയപ്പോൾ വാഹനത്തിൽ പാട്ട് വെക്കുന്നുണ്ടായിരുന്നു ഡ്രൈവർ. അപ്പോൾ കുറേ ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അത് വലിയ ആഘോഷത്തോടെ ആവേശത്തോടെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെ പാട്ട് പാടി നൃത്തം ചെയ്ത് അതിനൊരു വൈബ് പിടിക്കാറുണ്ട് പലപ്പോഴും യാത്രകളിലൊക്കെ ബസ്സിനിടയിൽ. അപ്പോൾ ആ സംഘവും അങ്ങനെ തന്നെയായിരുന്നു. പാട്ട് വെച്ചപ്പോൾ നൃത്തം ചെയ്തു, ഡാൻസ് കളിച്ചു. അപ്പോൾ ഡ്രൈവർക്ക് തോന്നി പാട്ടൊക്കെ ഉണ്ടല്ലോ, എങ്കിൽ പിന്നെ ലേസറും അതോടൊപ്പം തന്നെ ഫോഗ് മെഷീനിൽ നിന്ന് ഫോഗും കൂടെ ആവാന്ന് ഡ്രൈവർക്ക് തോന്നി. ആരും ആവശ്യപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൻ്റെ അകത്തുള്ള ആളുകൾ. ഡ്രൈവറുടെ ഇഷ്ടപ്രകാരമായിരുന്നു ഫോഗ് മെഷീൻ ഓൺ ആക്കിയതും. പിന്നെ ഫോഗായിരുന്നു ബസ് എന്നറിയാം. ഈ ഫോഗ് കണ്ടപ്പോൾ ബസ്സിലെ യാത്രക്കാർ വല്ലാതെ പരിഭ്രമിച്ചു പോയി, പേടിച്ചു പോയി. കാരണം പെട്ടെന്ന് പുക വരുന്നു, പെട്ടെന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവർ പേടിച്ചു. അവർ ആദ്യം വിചാരിച്ചത് ഇത്തരത്തിൽ ബസ്സിനടിയിൽ നിന്ന് എവിടുന്നോ തീ പിടിച്ചിട്ടുണ്ട്, ഇനി ബസ്സിനകത്ത് നിന്നാൽ അത്ര സുരക്ഷിതമല്ല, എത്രയും പെട്ടെന്ന് വിൻഡോയിലൂടെ ചാടി രക്ഷപ്പെടാമെന്ന് യാത്രക്കാർ തീരുമാനിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇവർ വല്ലാതെ ബഹളം വയ്ക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള വിൻഡോയിൽ നിന്നൊക്കെ ചാടി പലരും പുറത്തേക്ക് ചാടാനൊക്കെ ശ്രമിച്ചു. പലരുടെയും ശരീരവും പകുതി ഉടലുമൊക്കെ ബസ്സിന് പുറത്തേക്കായിരുന്നു. ഈ ബഹളം കേട്ടപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പുക കണ്ട് അവർ പേടിച്ചു പോയി, അത് ബസ്സിന് തീ പിടിച്ചതാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത്. ഏതായാലും ബസ് പെട്ടെന്ന് നിർത്തിയപ്പോൾ ഈ ശബ്ദം ബഹളമൊക്കെ കേട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളും ബസ്സിനടുത്തേക്ക് ഓടി വന്നു. പിന്നെ ബസ്സിൻ്റെ അകത്തുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം ഈ നാട്ടുകാരും ഡ്രൈവറും അതോടൊപ്പം തന്നെ സഹായിയും കൂടെ ഒരുപാട് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ അനുനയിപ്പിച്ചാണ് തിരിച്ച് ബസ്സിനകത്തേക്ക് കയറ്റി. അതായത് കുറച്ച് സമയമെടുത്തു ഡ്രൈവർക്കും സഹായിക്കും ഇത് ബസ് കത്തിയതല്ല, ഫോഗാണ്, ഫോഗ് മെഷീനിൽ നിന്നുള്ള ഫോഗാണ് എന്ന് പറഞ്ഞ് ഈ യാത്രക്കാരെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. കാരണം അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് ഫോഗ് വരുമെന്നൊന്നും. ഫോഗ് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ്. ടൂറിസ്റ്റ് ബസ്സുകളിലൊന്നും അത്തരം സാധനങ്ങൾ ഘടിപ്പിക്കാൻ പാടില്ലാത്തതാണ്, നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെയാണത്. പക്ഷേ ഇത്തരം യാത്രകളിലൊക്കെ പല ടൂറിസ്റ്റ് ബസ്സിലും ഇപ്പോഴും ഫോഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ലേസർ ലൈറ്റുകളുമൊക്കെയും ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കളറാക്കാൻ വേണ്ടി ഡ്രൈവർ ചെയ്തൊരു സംഗതിയാണ് ഇത്തരത്തിൽ ഏതായാലും ചിരി പടർത്തുന്ന ഒരു സംഭവത്തിലേക്ക് മാറിയത്. നാട്ടുകാരൊക്കെ ഒരു സഹായത്തിനുണ്ടായിരുന്നു. പിന്നെ അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് തിരികെ കയറ്റുകയായിരുന്നു. ഈ ഫോഗിന്റെ കാര്യം പറയുമ്പോൾ അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. അത്രത്തോളം തന്നെ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കും. കാരണം ഫോഗാവുമ്പോൾ അടച്ചിട്ട ഒരു ബസ്സിനുള്ളിലാണെങ്കിൽ, പ്രത്യേകിച്ച് AC ബസ്സാണെങ്കിൽ അത് വലിയ രീതിയിൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ആസ്മയും അതോടൊപ്പം തന്നെ ശ്വസിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. മാത്രമല്ല കണ്ണിലും മൂക്കിലൊക്കെ എരിച്ചൽ പോലെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ അത് ഫോഗാണെന്ന് മനസ്സിലാക്കാതെ പുകയാണെന്ന് തെറ്റിദ്ധരിച്ച് വാഹനത്തിന് തീ പിടിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ വിൻഡോയിലൂടെ വല്ലാത്തൊരു ഫണ്ണായി പോയി അല്ലേ അഞ്ജന? എന്തായാലും നിയമവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് അഞ്ജന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ആശങ്ക ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, നിരന്തരം വാർത്തകളിലൊക്കെ ഇപ്പോൾ തീ പിടിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ആശങ്കയുണ്ടാവും. പിന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആളുകളാണ് അവിടെ കൂടി നിൽക്കുന്നത് അല്ലേ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസകരമെന്ന് പറയാൻ പറ്റില്ല. വലിയൊരു ആശങ്ക ഉണ്ടാക്കി ഈ ഒരു സംഗതി എന്നതാണ്. ശരി.